ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർമ്മൻ സൈനുദ്ദീൻ. ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളൊരു പുതിയ എപ്പിസോഡുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പം മാർക്കറ്റിൽ തളർച്ച പ്രകടമായിരിക്കണം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് 2024 2024 ഏപ്രിൽ 20 അപ്പോൾ മാർക്കറ്റിൽ വളരെ തളർച്ച ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ വലിയ പ്രകടനമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു തളർച്ചയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും IT കമ്പനികളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷ കിട്ടുന്നതാണ് ഇപ്പോൾ വിദഗ്ധന്മാർ പറയുന്നത്. എന്താണ് IT കമ്പനികളിലേക്ക് അങ്ങനെ ഒരു വളർച്ച ഉണ്ടാകാൻ ഒരു സാധ്യത? നമുക്കതേക്കുറിച്ച് പഠിക്കാം. എന്താണെന്ന് നോക്കാം. നമുക്കത് 3 വർഷത്തിലധികമായി ഇന്ത്യൻ കോർപ്പറേറ്റ് വരുമാന വളർച്ച Nifty 50-ൽ 24% നേട്ടമുണ്ടായി ശക്തമായ നിലയിലാണ് ഉള്ളത്. വികസനത്തിൻ്റെ നാളുകളിലൂടെ നീളം ചാഞ്ചാട്ടങ്ങളും പ്രകടമായിരുന്നു. COVID-19 മഹാമാരി ഉയർത്തിയ വെല്ലുവിളികൾക്കും ശേഷം ബിസിനസ് രംഗത്ത് ഗണ്യമായ വീണ്ടെടുപ്പ് ദൃശ്യമായി. 2022 സാമ്പത്തിക വർഷം നികുതി കഴിച്ചുള്ള ലാഭത്തിൽ 40% വർധനവുണ്ടായത് ഇതിന് തെളിവാണ്. ഈ കുതിപ്പ് കുറയുകയും 2023 സാമ്പത്തിക വർഷം വളർച്ച 8% മാത്രമാവുകയും ചെയ്തു. 2024 സാമ്പത്തിക വർഷം അവസാനത്തോടെ ഇത് 23.5% ഉയരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 2023 സാമ്പത്തിക വർഷത്തെ താഴ്ന്ന അടിത്തറയിൽ നിന്ന് നടത്തിയ മുന്നേറ്റം 2024 സാമ്പത്തിക വർഷ ബിസിനസ് വളർച്ച ഗുണകരമായി തീരുകയും ചെയ്തു. ആഗോളതലത്തിൽ വിലക്കയറ്റം കുറഞ്ഞതാണ് വളർച്ച സാധ്യമാക്കിയത്. ആഗോളതലത്തിലുള്ള ഈ വിലക്കയറ്റം കുറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഒരു സാധ്യത ഉണ്ടാക്കി തീർത്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. വ്യവസായ രംഗത്ത് പ്രധാന അസംസ്കൃത വസ്തുക്കളായ എണ്ണ, വാതകം, ലോഹങ്ങൾ, കെമിക്കലുകൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഉൽപ്പന്നങ്ങളുടെ വിലയിൽ സ്വാഭാവികമായി അത് പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ ആഗോള വില നിലവാരത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കോർപ്പറേറ്റ് ലാഭത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആഗോള വിലക്കയറ്റം കുറയുകയും US-ന്റെ ഉപഭോക്തൃ വില സൂചിക 2022 ജൂണിലെ 9% നിന്ന് 2023 ഡിസംബറിൽ 3.4% കുറയുകയും ചെയ്തത് പ്രവർത്തന ലാഭത്തിൽ വലിയ വ്യത്യാസം സൃഷ്ടിച്ചു. ലോകമെങ്ങും വളർച്ചാ മാന്ദ്യം നേരിടുമ്പോൾ കരുത്തും സുസ്ഥിരതയും പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലാഭ വളർച്ചയിൽ കുതിപ്പ് നിലനിർത്താൻ സഹായിച്ചു. GDP വളർച്ച കണക്കുകൾ സ്ഥിരമായി മുന്നേറാൻ ഇടയാക്കി. 2024 സാമ്പത്തിക വർഷത്തേക്കുള്ള GDP വളർച്ച പ്രതീക്ഷ ഫെബ്രുവരിയിൽ 6.4% കണക്കാക്കിയ റിസർവ് ബാങ്ക് ഏപ്രിലോടെ 7.6% ഉയർത്തിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി ശക്തമായ ബാഹ്യ ഡിമാൻഡ് നിന്ന് ഇന്ത്യക്ക് വലിയ തോതിൽ ഗുണമുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി രാജ്യത്തിന് ശരാശരിക്ക് മുകളിൽ ലാഭമുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഉൽപാദന സേവന ചെലവുകൾ കുറയുമ്പോൾ വിൽപ്പനയും കുറയണം. അതിനാൽ Nifty 50 കമ്പനികളുടെ മൊത്തം വിൽപ്പന വളർച്ച 2024 സാമ്പത്തിക വർഷത്തിൻ്റെ ഡിസംബറിൽ അവസാനിച്ച 9 മാസങ്ങളിൽ 12% ആയി തുടർന്നു. എന്നാൽ ഇക്കാലയളവിലെ നികുതി കഴിച്ചുള്ള ലാഭം ശരാശരിക്കു മുകളിലായിരുന്നു. കൂടിയ തോതിലുള്ള വിൽപ്പനയും ഉയർന്ന ചെലവിലെ വ്യത്യാസവും നികുതി കഴിച്ചുള്ള ലാഭം 25% സഹായിച്ചു. എന്നാൽ 2024 സാമ്പത്തിക വർഷം 4ാം പാദത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇക്കാലയളവിൽ ലാഭ വളർച്ച 25% നിന്ന് അവസാന 9 മാസങ്ങളിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 6-8% കുറഞ്ഞു. ഒരേ ഘടകങ്ങളുടെ പ്രവർത്തന ചെലവിൻ്റെ വർധനയിൽ ഉണ്ടായ കുറവും വിൽപ്പന വളർച്ചയിലെ വേഗക്കുറവും വിപരീത ദിശയിലുള്ള പ്രവർത്തനമാണ് ഈ പ്രതിഭാസത്തിന് കാരണം. ഒരു വർഷം മുമ്പ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $84 ആയിരുന്നത് ഇന്ന് $90 കടന്നു കഴിഞ്ഞു. ബിസിനസ്സുകളുടെ നിർമ്മാണ ചരക്ക് കടത്ത് ചെലവുകൾ വർദ്ധിക്കാൻ അത് കാരണമായി. ആഗോള സാമ്പത്തിക വേഗക്കുറവും കോവിഡിനാനന്തര ഉൽപാദന വർധനയും കാരണം ഉരുക്ക്, കൽക്കരി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ കുറവുണ്ടായി. ഉദാഹരണത്തിന് മുൻവർഷത്തെ അപേക്ഷിച്ച് സിമന്റ് വില 4% കുറഞ്ഞു. മരുന്നുകളുടെ
നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ ശരാശരി 50% കുറവുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി വില കുറഞ്ഞു. വിൽപ്പന വളർച്ചയാകട്ടെ താഴുകയും ചെയ്തു. വിലക്കയറ്റം കുറെ കാലമായി നിലനിൽക്കുന്നുണ്ട്. 3% US ഉപഭോക്തൃ വില സൂചിക കഴിഞ്ഞ 10 മാസങ്ങളിൽ 3.7% മാർച്ച് മാസം 3.5%. ബാഹ്യ ഡിമാൻഡും പുതിയ പദ്ധതി ചെലവുകളും കാരണം ഇന്ത്യ ഇപ്പോഴും ശക്തമാണെങ്കിലും നിഫ്റ്റി 50 കമ്പനികളുടെ മൊത്തം വിൽപ്പന വളർച്ച കഴിഞ്ഞ 9 മാസത്തെ 12% നിന്ന് 4-ാം പാദത്തിൽ 7% കുറവെന്നാണ് വിപണി കരുതുന്നത്. നികുതി കഴിച്ചുള്ള ലാഭത്തിലെ കുറവിൻ്റെ പാർശ്വഫലങ്ങൾ വിവിധ മേഖലകളിൽ ദൃശ്യമാണ്. ലോഹ, IT, സിമൻറ്റ് മേഖലകളിൽ ഇത് കൂടുതൽ കാണാം. വാഹന മേഖല വകതിരിച്ചുള്ള ചെലവുകൾ, ചില്ലറ വിൽപ്പന, ആരോഗ്യ പരിപാലനം, എണ്ണവാതക, ആഭ്യന്തര ഉപയോഗം എന്നീ രംഗങ്ങൾ മികച്ച പ്രകടനം നടത്തും. അപ്പോൾ ഈ മേഖലകളൊക്കെ നല്ല മികച്ച പ്രകടനം നടത്തുമെന്നാണ് പറയുന്നത്. അതായത് IT, ലോഹം, സിമൻറ്റ് മേഖല, അതുപോലെ തന്നെ വാഹന മേഖല, ഇങ്ങനെയുള്ള മേഖലകൾ വളരെ മികച്ച, ആരോഗ്യ പരിപാലന മേഖല, ഇതൊക്കെ മികച്ച പ്രകടനം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധന്മാരുടെ വിലയിരുത്തൽ. പോയ വാരാന്ത്യത്തിലെ IT ഫലങ്ങൾ പതിഞ്ഞ താളത്തിൽ 4-ാം പാദങ്ങളുടെ തുടക്കം രേഖപ്പെടുത്തി. വിപണി മൂല്യമനുസരിച്ച് കണക്കാക്കുന്ന 30 പ്രധാന IT ഓഹരികളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ 2% വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ, പെർസിസ്റ്റൻ്റ് സിസ്റ്റം ഇതൊക്കെ വളരെ ഉയർന്ന തോതിലേക്ക് പോയി. ഇപ്പോൾ ഈ IT കമ്പനികളൊക്കെ അമേരിക്കയിൽ ചെറിയൊരു സൂചന വളർച്ചാ നിരക്ക് ഇത്തിരി കുറഞ്ഞുകൊണ്ട് IT നമ്മുടെ പ്രധാനമായിട്ടും ഈ ഇന്ത്യയിൽ നിന്നുള്ള IT കമ്പനികളുടെ ബിസിനസ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ആയിട്ട് ബന്ധപ്പെട്ടാണ്, അതുപോലെ UK. ഇപ്പോൾ ജർമ്മനി ആയിട്ടാണെങ്കിൽ ഇപ്പോൾ മാസ്റ്റെക് എന്ന് പറഞ്ഞിട്ടൊരു IT കമ്പനി ഉണ്ട്. മാസ്റ്റെക് അത് ജർമ്മനിയായിട്ട് അവർക്ക് കരാറുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് വലിയ തോതിലുള്ള കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ IT കമ്പനികളൊക്കെ വീണ്ടും പുനരുജ്ജീവിച്ച് വരികയാണ്. പക്ഷേ IT ഒക്കെ വളരെ വില കൂടിയ തോതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് അതുപോലെ ബൈ ഓൺ ഡിപ്സ്, താഴോട്ട് വരുമ്പോൾ കുറേശ്ശെ വാങ്ങിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇതിലും നല്ലത്. കാരണം ഇപ്പോൾ എത്ര കണ്ട് താഴ്ന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പിന്നെ വീണ്ടും കൂടും. അപ്പോൾ ഏറ്റവും ഒരു താഴെ നിലയിലേക്ക് എത്താൻ കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഉയർന്ന നിലയിൽ എത്തിയിട്ട് വിൽക്കാമെന്ന് വിചാരിക്കരുത്. നമുക്കൊരു നിശ്ചയ ലാഭം കിട്ടുമ്പോൾ വിൽക്കുകയും ചെയ്യുക, പിന്നെ താഴോട്ട് വരുമ്പോൾ വാങ്ങിക്കുക. ആ ഒരു മെത്തേഡാണ് ഇതിൽ നല്ലത്. നമ്മളുടെ തന്നെ കാശുകൊണ്ട് ലിവറേജ് എടുക്കാതെ വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇതവിടെ കിടന്നാലും ലാഭം കുറഞ്ഞാലും പിന്നീട് കൂടുമ്പോൾ വിൽക്കാമല്ലോ. മറിച്ച് നമ്മൾ ഓപ്ഷനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതുപോലെ ഇൻട്രാഡൊക്കെ എടുക്കണമെങ്കിൽ ഇത് ഇൻട്രാഡാണ് അന്നേ ദിവസം തന്നെ വിറ്റ് ഒഴിയേണ്ടതായിട്ട് വരും. ഓപ്ഷനാണ് എടുക്കുന്നത് ഒരു നിശ്ചിത ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത് വിറ്റ് തീർത്തില്ലെങ്കിൽ നഷ്ടത്തിലാണെങ്കിൽ നഷ്ടത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് കൂടുതൽ ആളുകൾക്ക് ഈ മാർക്കറ്റിനോടുള്ള ഒരു താല്പര്യക്കുറവും മാർക്കറ്റിനുണ്ടാകുന്ന നഷ്ടത്തിന് കാരണം. ഇപ്പോൾ പുതിയ ഈ സെബിയുടെ നിർദ്ദേശപ്രകാരം 10 പേരിൽ 9 പേർക്കും ഈ ഓപ്ഷൻ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടമാണെന്നാണ് പറഞ്ഞത്. ഇൻട്രാഡേ ട്രേഡേഴ്സ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടമാണ്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അത് അവരുടെ കയ്യിലല്ല അതിൻ്റെ അവർ പിടുത്തമുള്ളത്. മാർക്കറ്റിനൊപ്പം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് മാത്രം അവഗാഹം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. പിന്നെ ഫണ്ട് ലിവറേജ് ആണല്ലോ, ആ ടൈമിൻ്റെ ഉള്ളിൽ എന്തായാലും അത് വിറ്റ് തീർക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് നമ്മൾ CNC പ്രകാരം നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോറി. പിന്നെ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി കൂടിയവർ വളർച്ച ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. 30 പ്രധാന IT ഓഹരികൾ മുൻവർഷത്തെ അപേക്ഷിച്ച് വിപണിയിൽ 2% വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. തന്ത്രപ്രധാനമായ ലാഭവർധന നടപടികളെ തുടർന്ന് നികുതിക്കും പലിശക്കും തമ്മിലുള്ള ലാഭത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 3.5% വളർച്ച കണക്കാക്കുന്നുണ്ട്. ഈ പുരോഗതി മൊത്തം ലാഭത്തിൽ 30 BPS മുതൽ 19.5% വരെ വർധന ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധന്മാർ കണക്കാക്കുന്നത്. നികുതി കഴിച്ചുള്ള ശരാശരി ലാഭം 15.3%, ഓഹരി ഒന്നിനുള്ള വിഹിതത്തിൽ
7% വർധനയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ IT മേഖലയെക്കുറിച്ചുള്ള ദീർഘകാലമായ കാഴ്ചപ്പാട് പ്രതീക്ഷാനിർഭരമായി തന്നെ തുടരുന്നതിനാൽ അടുത്ത 2-3 പാദങ്ങളിൽ ഓഹരികൾ കൂട്ടിവെക്കാവുന്നതാണ്. നിലവിലെ ഗതിമാന്ദ്യം അനുഭവപ്പെടുന്ന ബിസിനസ് സാഹചര്യങ്ങൾ കാരണം ഹ്രസ്വകാല പരിധിയിൽ ഓഹരികളുടെ പ്രകടനം മോശമാകാനിടയുണ്ട്. എന്നാൽ പുതിയ ഡീലുകളും വരുന്നതും നിർമ്മിത ബുദ്ധി, ക്ലൗഡ്, സൈബർ സുരക്ഷാ, കൗൺസിലിംഗ് മേഖലകളിൽ നിന്നുള്ള ഡിമാൻഡും ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. നമുക്കറിയാം ഈ ക്ലൗഡ് അതുപോലെ തന്നെ AI ഒക്കെ ഇതിൽ നമുക്ക് IT-ക്ക് നല്ല ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള മാനേജ്മെൻറ്റ് മാർഗ നിർദ്ദേശങ്ങളും US-ലെ കടുത്ത പലിശ നയം അവസാനിക്കുന്നതും 2025 വർഷത്തേക്കുള്ള ഈ മേഖലയുടെ വളർച്ചാഗതിയിൽ നിർണായകമായിരിക്കും. ഇത്രയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഏപ്രിൽ ഇപ്പോൾ ഈ ചെറിയൊരു യുദ്ധഭീതി ഒരു കാർമികങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി തുടർന്ന് അത് വലിയ ലോക യുദ്ധത്തിലേക്ക് നയിക്കുമോ മറ്റു പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ ഒന്നും അറിയില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ആളുകൾ കുറച്ചൊക്കെ വിറ്റൊഴിഞ്ഞിട്ടുണ്ട് സ്റ്റോക്കുകളൊക്കെ, പിന്നെ ഓപ്ഷനൊക്കെ വിറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് അല്പം കൂടി വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ഉയർന്നു വരാൻ തുടങ്ങും. അപ്പോൾ ഒരു പിരമിഡ് മെത്തേഡിലൂടെ കൂടുതൽ വാങ്ങിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങൾ ട്രേഡേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ സ്വിംഗ് ട്രേഡേഴ്സൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് ഇടണം. സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഈ ചെറുതിലൊക്കെ ആണെങ്കിൽ നമുക്ക് GTT ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. ആണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ശതമാനം താഴോട്ട് പോകുന്നത്, നമ്മളറിയാതെ തന്നെ താഴോട്ട് പോകും. അപ്പോൾ ഒരു നിശ്ചിത ഒരു 4% ഒക്കെ താഴോട്ട് പോയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ പോകുന്നതെന്നല്ലേ. പിന്നെ കൂടുതൽ മുകളിലേക്ക് വരുമ്പോൾ താഴോട്ട് പോയി വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ പൈസ മുടങ്ങിക്കിടക്കുകയും ചെയ്യില്ല. അങ്ങനെ ആയിരിക്കും ബിസിനസ് ചെയ്യാൻ നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു നിശ്ചിത ലാഭം അതിൽ സെറ്റ് ചെയ്യാം. അതിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞല്ലോ, ഏകദേശം 4% സെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് 5-6% നമുക്ക് പ്രോഫിറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ 5%, 6% എത്ര നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക് അടിച്ചു പോവുകയും ചെയ്യും. ഇപ്പം എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ആൽഗോ ട്രേഡിംഗ് ആണല്ലോ, ഒക്കെ ഓട്ടോമാറ്റിക് മെത്തേഡാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറുന്നത് നല്ലതാണ്. ഗിറോദിലൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. GTT അതിൽപ്പെട്ട അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ നമുക്ക് ഷെയറുകൾ കണ്ടെത്താനും സ്റ്റോക്കുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ഈവൻ നമുക്ക് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് അത് കണ്ടെത്താനൊക്കെ നിരവധി മെത്തേഡുകൾ, സെൻസിബിള്, അതുപോലെ തന്നെ ഈ കുറേ മെത്തേഡുകളൊക്കെ ഉണ്ട് നമുക്കിത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള. ആൽഗോ ട്രേഡിങ് ചെയ്യാനുള്ള സൈറ്റുകളുണ്ട്. അതിലൊക്കെ പോയിട്ട് നമുക്ക് സീറോദായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ആൽഗോ ട്രേഡിങ്ങിലൂടെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. കൊടുത്തൊരു വീഡിയോ ആയിട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. ഇത് ഏതെങ്കിലും വാങ്ങിക്കാനുള്ള നിർദ്ദേശങ്ങളല്ല, നിങ്ങൾ സ്വയം നിരീക്ഷിച്ചിട്ട് ഇത് നമ്മൾ പഠനങ്ങളാണ്, നാം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗുണമുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കളോടും ചോദിച്ചറിഞ്ഞ് നിങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ നിക്ഷേപം ചെയ്യുക. സ്റ്റേ ഇൻവെസ്റ്റഡ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഞാൻ നിങ്ങളോടൊപ്പം പുനരുള്ള സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.